ശ്രീ ടിക്കാറാം മീണ IAS, എത്ര മണിക്ക് ആദ്യ ഫലസൂചനകൾ നമുക്ക് ലഭ്യമാകും? വെൽ, നാളെ 8 മണിക്കാണ് നമ്മൾ ഈ കൗണ്ടിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റ് വരെ നമുക്ക് പോസ്റ്റൽ ബാലറ്റാണ് കൗണ്ടിങ് ചെയ്യേണ്ടത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ EVM, അതായത് കൺട്രോൾ യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്നത് 8:30 മണിക്ക്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം, തുടക്കമായതുകൊണ്ട് ചിലപ്പോൾ ഇറ്റ് മേ ടേക്ക് ബിറ്റ്വീൻ 35 to 40 മിനിറ്റ്സ് ഫസ്റ്റ് റൗണ്ടിൽ. എന്നാലും മൊത്തം നമുക്ക് ഇപ്പോൾ ബിറ്റ്വീൻ 9 to 10 ആദ്യത്തെ റൗണ്ടിന്റെ സൂചന നമുക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ട്. അതായത് ആദ്യം തപാൽ വോട്ട് എണ്ണും, തപാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം EVM അത് ചേർത്ത് EVM സ്റ്റാർട്ട് ചെയ്യുമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? വെൽ, തപാൽ വോട്ടിന്റെ കണക്ക് ഇതിൽ വരത്തില്ല. തപാൽ വോട്ടിന്റെ കണക്ക് അവസാനം മാത്രമേ ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്യില്ല, അത് അവസാനമായിട്ട് ആഡ് ചെയ്യും, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് മുൻപ്. അതായത് EVMലൂടെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നമുക്ക് തപാൽ വോട്ടിന്റെ നില അറിയാനാകില്ല. അല്ല, അറിയാൻ പറ്റും, പക്ഷെ അത് ഡിക്ലെയർ ചെയ്യാൻ മാത്രമേ അവസാന ഘട്ടത്തിൽ ഓരോരോ റൗണ്ടിന്റെ അവിടെ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അറിയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് അവസാന നിമിഷങ്ങളിൽ മാത്രമേ ഇത് ആഡ് ചെയ്തിട്ട് പിന്നെ ഫൈനൽ റിസൾട്ട് പറയാം. അല്ല, എൻ്റെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ടാലിയിൽ തപാൽ വോട്ട് ഉണ്ടാകില്ല. തപാൽ വോട്ട് അവിടെ കണക്ക് അവിടെ എല്ലാ റൗണ്ട്സിലും ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ അത് ആ സോഫ്റ്റ്വെയറിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് അത് എല്ലാം അത് ആദ്യമായിട്ട് അത് അവിടെ തന്നെ റൗണ്ട് വൈസ് ഡീറ്റെയിൽസ് അവിടെ വയ്ക്കും. പക്ഷെ EVMന്റെ റൗണ്ട് വൈസ് ഡിക്ലെയർ ചെയ്യും പെട്ടെന്ന്. ഈ തപാൽ വോട്ട് 9 മണി വരെ എണ്ണുന്നു എന്ന് വിചാരിക്കുക. അല്ലല്ല, തപാൽ വോട്ട് തുടക്കം മുതൽ 8 മണിക്ക് ആരംഭിക്കും. അവസാനം ഇത് 7 to 8 hours പിടിക്കും. 4,56,000. അപ്പോൾ ഒരു ടേബിളിൽ 500 വോട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ടേബിളിൽ ഈ തപാൽ വോട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു ഹോൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം സംസ്ഥാനത്തിൽ 106 കൗണ്ടിംഗ് ഹോൾസ് പ്രത്യേകം ഈ തപാൽ വോട്ടിന് വേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടാതെ EVM കൗണ്ട് ചെയ്യാൻ വേണ്ടി 527 കൗണ്ടിംഗ് ഹോൾസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 633 കൗണ്ടിംഗ് ഹോൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് ഒരു കൂടുതൽ സമയം എടുക്കുമെന്ന ആശങ്ക ആയതുകൊണ്ടാണ് ഈ ഹോൾസിന്റെ എണ്ണം കൂടിയത്. അപ്പോൾ ഡിലേ വരാൻ സാധ്യത ഇല്ല. അതായത് തപാൽ വോട്ട് 8 മണിക്ക് എണ്ണി തുടങ്ങുന്നു, പാരലൽ തന്നെ EVMും എണ്ണി തുടങ്ങും. യെസ്, 8:30 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടും പാരലൽ ആയിട്ട് പോകും. ഇത് ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. 8:30 EVM സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം കോവിഡ് ഗൈഡ് ലൈൻസിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ഈ കൗണ്ടിംഗ് ഏജന്റ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കൗണ്ടിംഗ് ഏജന്റും പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവിടെ സോഷ്യൽ അകലം പാലിക്കേണ്ടതാണ്. കൂടാതെ എല്ലാ കോവിഡ് കിറ്റ് ഉള്ള സാധനം എല്ലാ കൗണ്ടിംഗ് ഹോൾസിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതായത് സാനിറ്റൈസേഴ്സ്, ഗ്ലവ്സ്, ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ്. കൂടാതെ ആഗ്രഹമുണ്ടെങ്കിൽ PPE കിറ്റ് കൂടി ധരിക്കാം. ഇത് നിർബന്ധമില്ല, നേരത്തെ നിർബന്ധമാക്കാമായിരുന്നു. പക്ഷെ ഇത് 4-6-7 മണിക്കൂർ ധരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. ബട്ട് ഏർപ്പാട് അവിടെ അറേഞ്ച്മെന്റ് അതിന്റെ ചെയ്തിട്ടുണ്ട്. ചോദ്യം സർ, EVM 8:30 തുടങ്ങും.
ആബ്സല്യൂട്ട്ലി 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 അങ്ങനെയാണ് നിയമം. അതായത് ഏത് സമയത്ത് അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് EVM-ന്റെ വോട്ടിനോടൊപ്പം തപാൽ വോട്ട് ആഡ് ചെയ്യും. നമ്മളിപ്പോൾ വെബ്സൈറ്റിലിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര വോട്ട് എന്ന് കാണുമ്പോൾ അതിൽ തപാൽ വോട്ടില്ല. നിങ്ങൾ എപ്പോൾ അത് ആഡ് ചെയ്യും? അവിടെ ആഡ് ഓൺ അവസാനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാ റൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് പോസ്റ്റൽ ബാലറ്റിന്റെ അവസാനം ഘട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യും. അവസാനം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 10 മണിക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണുന്ന ടാലിയിൽ ഈ പറയുന്ന തപാൽ വോട്ട് ഉണ്ടാകില്ല 10 മണിക്കോ 11 മണിക്കോ. EVM-ന്റെ മാത്രമായിരിക്കും അത്. പോസ്റ്റൽ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് വിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ വെരി കെയർഫുള്ളി. ഇത് മാനുവൽ ആണ് ചെയ്യുന്നത്. EVM is just control unit. അതിലെ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം the figures and the number of votes against each candidate will be displayed. പക്ഷേ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ മാനുവൽ ആയിട്ടാണ് ചെയ്യേണ്ടത്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഒരു ടേബിളിൽ 500 മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ടേബിൾ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ 7 to 8 hours ആയിരിക്കും ഇതിലും നമുക്ക് സമയം വേണ്ടത്. ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000 പോസ്റ്റൽ വോട്ടുണ്ട് എന്ന് കരുതുക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്രയധികം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടാകുന്നത്. കോവിഡ് സാഹചര്യത്തിൽ 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചതോടുകൂടിയാണല്ലോ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000-ത്തിലധികം പോസ്റ്റൽ വോട്ടുകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സർ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5000 പോസ്റ്റൽ വോട്ട് ഉണ്ടെന്ന് കരുതുക. അതിൽ 3000-ഓ 3500-ഓ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമായി കിട്ടുന്നു എന്ന് കരുതുക. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാർജിൻ എത്രയാണ്? 1000-നും 3000-ത്തിനും ഇടയിൽ. നമ്മൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുള്ള വിവരമനുസരിച്ച് എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ 1000-ഓ 2000-ഓ വോട്ട് ലീഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് അവസാനം ഈ പറയുന്ന 3500 വോട്ട് ആഡ് ഓൺ ചെയ്യുമ്പോൾ അതുവരെ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥാനാർത്ഥി പെട്ടെന്ന് തോൽക്കുകയും എതിർ സ്ഥാനാർത്ഥി പിന്നിലായ ട്രെയിലിംഗ് ആയിട്ടുള്ള എതിർ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ലേ? അല്ല, ഒരു കൺഫ്യൂഷനേ ഉണ്ടാവില്ല. ദർ ഈസ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ബിക്കോസ് ഓരോ റൗണ്ടിലെ പോസ്റ്റൽ ബാലറ്റ് 500 ആണ്. അപ്പോൾ പോസ്റ്റൽ ബാലറ്റിന്റെ കൗണ്ടിംഗ് വിൽ കണ്ടിന്യൂ ഈവൻ ആഫ്റ്റർ ദ EVMs ആർ കംപ്ലീറ്റഡ്. ഇറ്റ് കൻ നോട്ട് ബി കംപ്ലീറ്റഡ് ബിഫോർ ദാറ്റ്. കാരണം ഒരുപാട് പോസ്റ്റൽ ബാലറ്റ് ആണ് ഈ പ്രാവശ്യം. അതെ, അതുകൊണ്ടാണ് അവസാന റൗണ്ട് EVM-ലെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ആഡ് ചെയ്യും അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പോസ്റ്റൽ വോട്ട് എണ്ണാൻ എത്ര സമയം എടുക്കും? ഏതാണ്ട് 7-8 hours. It will take more than the EVM counting. കൗണ്ടിങ്ങിലെ EVM-ലെ 6 hours ആണെങ്കിൽ ഇതിൽ ചിലപ്പോൾ 7-8 hours പിടിക്കും. ഇത് സ്വാഭാവികമാണ്, ആദ്യമായിട്ടില്ല. അങ്ങനെ തന്നെയാണ്, നേരത്തെയും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ ഈ പ്രാവശ്യം കൂടുതൽ ടേബിൾ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. പക്ഷെ മുൻകൂട്ടി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇത് പ്രക്രിയ ആരംഭിക്കുമ്പോൾ നമ്മൾ ശരാശരി ഒരു സമയം കണക്കാക്കിയതാണ്. നാളെ ടിക്കാറാമേണ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. നാളെ പോസ്റ്റൽ വോട്ട് എണ്ണിത്തീരാൻ 7-8 മണിക്കൂർ പിടിക്കും എന്നാണ്. അതായത് EVM എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരുപക്ഷേ അല്ല മഹാഭൂരിപക്ഷവും പോസ്റ്റൽ വോട്ട് എണ്ണിത്തീരുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവസാന മിനിറ്റ് വരെ, അതായത് പോസ്റ്റൽ വോട്ട് EVM വോട്ടിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് വരെ ആരും ഒരു ആഹ്ലാദ പ്രകടനവും നടത്തി കളഞ്ഞേക്കരുത് ദയവായി. ഈ മറ്റൊന്ന് സർ, ഈ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ മീഡിയയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷമാണല്ലോ ടെലിവിഷൻ വന്നത്. ടെലിവിഷൻ കാലം വന്നു, പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു.
അപ്പോഴാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇപ്പോൾ 8 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 11 മണിക്ക് നമുക്ക് കേരളം ആരും ഭരിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക്, അതായത് മീഡിയയ്ക്ക് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും തന്നിരുന്നു. ഇത്തവണ അതില്ല. അപ്പോൾ മീഡിയയ്ക്ക് ഈ വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞത് കുറേ ദിവസങ്ങളായി അങ്ങേ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മീഡിയയുടെയിലൂടെയുള്ള വാർത്തകളും വൈകാൻ സാധ്യതയില്ല ആ നിലയ്ക്ക്. ഒരു ഡിലേവും ഉണ്ടാവില്ല. അത് നമ്മൾ ഈ പ്രാവശ്യം നേരത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ ഓഫീസിലിന് ട്രെയിൻഡ് ഉള്ള ഈ സോഫ്റ്റ്വെയറിൽ ഡെഡിക്കേറ്റഡ് ലൈൻസ് നിങ്ങൾ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എൻകോർ എന്നുള്ള സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് ലൈൻസ് തരാൻ ഉള്ള സൗകര്യം ഇല്ല. എന്നാലും ഞങ്ങളൊരു പ്രസ് റിലീസ് വഴി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ആ സൈറ്റിൽ നിന്ന് അവിടെ അപ്ലോഡ് ചെയ്ത ഫിഗേഴ്സ് റൗണ്ട് വൈസ് തീർച്ചയായിട്ടും ആ സൈറ്റ് പബ്ലിക് സൈറ്റാണ്, എല്ലാവർക്കും കിട്ടും. കൂടാതെ സ്റ്റേറ്റ് ലെവലിൽ ഒരു മീഡിയ സെന്റർ നമ്മൾ PRD വഴി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതായത് ജില്ലകളിലെ കൗണ്ടിംഗ് സെന്റേഴ്സിലും മീഡിയ സെന്റേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് യാതൊരു തടസ്സമില്ലാത്ത രീതിയിൽ നേരത്തെ അത് ഇൻഡിവിജ്വൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ കിട്ടും, യാതൊരു പ്രശ്നമില്ല. അല്ല, ഈ പബ്ലിക് വെബ്സൈറ്റ് ഒക്കെ എല്ലാവരും ഒന്നിച്ച് ആക്സസ് ചെയ്താൽ അത് ഹാങ് ആവില്ലേ സാർ? പോകില്ല. അതിനുവേണ്ടി സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അത് ചർച്ച ചെയ്തതാണ്. കാരണം ഈ ഭയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു തുടക്കത്തിൽ, താങ്കൾ പറഞ്ഞ കാര്യം. പക്ഷെ അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും നമ്മൾ സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ടാവില്ല. ഈ ട്രെൻഡ്സ് നല്ല സംവിധാനമായിരുന്നല്ലോ, അത് ഒഴിവാക്കാൻ എന്താ കാരണം? ഈ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് എൻകോർ എന്നുള്ള പുതിയ സോഫ്റ്റ്വെയർ ഇലക്ഷൻ കമ്മീഷന്റെ ആണ് ഉള്ളത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നേരത്തെ ചെയ്തതുപോലെ ഇപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇതിപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഇതിനകം തന്നെ അങ്ങ് തന്നത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കൗണ്ടിംഗ് സ്റ്റേഷനും ഇത്തവണയുണ്ട്. സാധാരണഗതിയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിന് ആവറേജ് ഒരു കൗണ്ടിംഗ് സ്റ്റേഷൻ എന്നൊക്കെയാണ്. ഇപ്രാവശ്യം കോവിഡ് കാലം ആയതുകൊണ്ട് ഒരുപാട് കൗണ്ടിംഗ് സ്റ്റേഷനും ഉണ്ട്. കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷനേ ഉണ്ടാവില്ല. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നമ്മൾ വളരെ ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ പരിശീലനം കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും എല്ലാ പ്രൊസീജിയർ നോംസ് റെഗുലേഷൻസ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാത് ഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ അവിടെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒബ്സർവറുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ആറുമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു പ്രശ്നം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വളരെ സ്മൂത്തുമായിട്ട് ഇലക്ഷൻ നടക്കുന്ന രീതിയിൽ തന്നെ ഈ കൗണ്ടിംഗ് പ്രോസസ്സും വളരെ സ്മൂത്തുമായിട്ട് നടക്കും. ഒരു സംശയങ്ങൾക്കും എന്തെങ്കിലും ഒരു ആശങ്കക്കും യാതൊരു കാരണം ഇല്ല. That much I can assure you. അല്ല, കൺഫ്യൂഷൻ ഉണ്ടാകില്ല എന്ന് CEO പറയണം, എന്നാലല്ലേ കാര്യങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം പോസ്റ്റൽ വോട്ട് ഇത്തവണ കൂടുതലാണ്. അത് എണ്ണാൻ 7-8 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ ഇതൊരു ആശയക്കുഴപ്പമായി മാറുമോ എന്നുള്ള സംശയം. പിന്നെ ഒരു അസംബ്ലി മണ്ഡലത്തിന് തന്നെ നിരവധി കൗണ്ടിംഗ് സ്റ്റേഷനുകൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് സാർ. അല്ല, ഒരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളുടെ മൈൻഡിൽ മാത്രമാണ് ഈ കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ല. ഡോണ്ട് വറി. വി ആർ വെരി ഷുവർ ദാറ്റ് എവറിഥിങ് വിൽ ബി വെരി സ്മൂത്ത്. ആൻഡ് ഈ അഡീഷണൽ AROമാർ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ ടേബിൾസിലെ അഡീഷണൽ AROമാർ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നമേ ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഒരു ഗവൺമെന്റ് ഫോർമേഷനുള്ള ഭൂരിപക്ഷം, അതായത് ഒരു ആബ്സല്യൂട്ട് മെജോറിറ്റിയിലേക്ക് സംസ്ഥാനം എപ്പോഴെത്തുമെന്ന് ഏതാണ്ട് എത്ര സമയത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും? Well, between 4 to 5 o'clock we will have clarity, because in some of the constituency like Malampura, പാലക്കാട്ടിലെ 24 റൗണ്ട്സ് ആണ് ഉള്ളത്. വടകരയിലെ 9 റൗണ്ട് ആണ്. അപ്പോൾ അവിടെ നേരത്തെ നമുക്ക് വ്യക്തത വരും. ചെറിയ നിയോജക മണ്ഡലം ആണെങ്കിൽ അവിടുത്തെ റിസൾട്ട് കുറച്ച് നേരത്തെ വരും. ഏകദേശം 7 നിയോജക മണ്ഡലങ്ങളിൽ
20 മേൽ റൗണ്ട്സ് ആണ് ഉള്ളത്. ശരാശരി 15 റൗണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൽ 140 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പക്ഷേ ചില മണ്ഡലങ്ങളിലെ കൂടുതൽ റൗണ്ട്സ് ആയതുകൊണ്ട് അവിടെ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. എന്നാലും 4-5 മണി വരെ നമുക്ക് ഒരു ചിത്രം, വ്യക്തമായിട്ടുള്ള ചിത്രം നമുക്ക് വരും. പക്ഷേ ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ ഡാറ്റ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ, രാത്രി വരെ മാത്രമേ നമുക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ സാധിക്കും. ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും അവിടെ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അട്ടിമറിക്കുള്ള സാധ്യത എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു? 100% സാക്ഷരമായിട്ടുള്ള ഈ സംസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഭാവന സൃഷ്ടികൾ ഒരു അടിസ്ഥാനമില്ലാതെ ചില ആൾക്കാരെ സൃഷ്ടിക്കുന്നത് നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഈ സംസ്ഥാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗതികേട് എന്തായിരിക്കും നിങ്ങൾ തന്നെ പറയണം. ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കാനേ പാടില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംശയങ്ങൾ അടിസ്ഥാനമില്ലാതെ ഒരു യുക്തിയുമില്ലാതെ ആൾക്കാരെ സൃഷ്ടിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ജനങ്ങളുടെ മനസ്സിൽ അനാവശ്യമായിട്ട് ഈ സംശയങ്ങൾ സൃഷ്ടിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ചെയ്യാനേ പാടില്ല. ഉത്തരവാദിപ്പെട്ട ആൾക്കാരെ അങ്ങനെ ഒരു കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയില്ല. അല്ല, പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും അവിടെ ഉണ്ടാകണമെന്ന്. അപ്പോൾ ആളുകളൊക്കെ കൂടാനും സാധ്യതയുണ്ട്. അതായത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ കുറച്ച് ആളെ ഒഴിവാക്കണം എന്നാണ് പറയുന്നതെങ്കിലും ആൾ കൂടാനും സാധ്യതയുണ്ട് നാളത്തെ പ്രത്യേക സാഹചര്യത്തിൽ. Not at all. We have made very strong police arrangements, security arrangements. ഈ സംസ്ഥാനത്തിലെ ആൾക്കാരെ നിയമം പാലിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ കംപ്ലയൻസ് ലെവൽ ഓഫ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് അതോറിറ്റീസ് ആർ ഇൻ ദിസ് സ്റ്റേറ്റ് ഓൺലി, നോട്ട് ഇൻ അതർ സ്റ്റേറ്റ്സ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ നിയമവാഴ്ച, ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ, ചിലപ്പോൾ ഹൂലിഗനിസം, ചിലപ്പോൾ മറ്റു രീതിയിലെ ആൾക്കാരെ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ അങ്ങനെ നേരത്തെയും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ സാധ്യതയില്ല, സംഭവിക്കുകയില്ല. ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചാൽ ശക്തമായിട്ടുള്ള നടപടികൾ വരും. ഇനിയിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മറുപടി പറയാനാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ആരാണ് നാളെ അധികാരത്തിൽ വരാൻ പോകുന്നത് സർ? ഞാൻ എന്താ പറയും അതിനുവേണ്ടി? അതിനുവേണ്ടി എനിക്കൊന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജോലി ഈ സുതാര്യമായിട്ട്, നിഷ്പക്ഷമായിട്ട്, നീതിപൂർവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കണം എന്നേ ഉള്ളൂ. ഏത് സർക്കാർ വരും, ഏത് വരുന്നില്ല, ഏത് പാർട്ടി ജയിക്കും, ഏത് പാർട്ടി ജയിക്കില്ല, അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. എന്നാലും സാറിനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പാർട്ടിയുമായി എനിക്ക് ബന്ധവുമില്ല, അമിതമായിട്ടുള്ള സ്നേഹമില്ല, അമിതമായിട്ടുള്ള വൈരാഗ്യമില്ല. എല്ലാവരെയും ഞാൻ സമദൂരം പാലിച്ചുകൊണ്ട് തുല്യ രീതിയിൽ നോക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ സംസ്ഥാനത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നല്ല ബഹുമാനം, നല്ല ആശീർവാദം, നല്ല അനുഗ്രഹം എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും ഞാൻ എൻ്റെ ജോലി സത്യസന്ധമായിട്ട് നേരത്തെയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. നിങ്ങളെല്ലാവരുടെ ആശീർവാദം എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്നത്. ജനങ്ങളോടും നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ എക്സിറ്റ് പോൾ എല്ലാം പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ്. ഞാൻ നോ കമന്റ് ഓൺ ദാറ്റ്. ഐ വിൽ നോട്ട് കമന്റ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഭരണകൂടവുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണല്ലോ. മുഖ്യമന്ത്രിയെ കുറിച്ച് എന്താ അഭിപ്രായം സാർ? No comment about any political leaders. No comment about any political. മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും. I have relations, good relations with all the leaders. I have full respect for them, and they have very good respect for me. And I am proud of this tradition in Kerala, which has been maintained. വളരെ നന്ദി ടിക്കാറാം മീണ IAS എഡിറ്റേഴ്സ് അവറിൽ സഹകരിച്ചതിന്.